ഹലോ, സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാ ഒരു പട്ടിയേല പെയിന്റ് എന്ന് പറയുന്ന സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അളവ് ഞാൻ കാണിച്ചുതരാം. ഒരു 35 ഇഞ്ച് ലെങ്ത്, ഇവിടെ 35 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. 30 അരവണ്ണം, ഒരു 12 ഇഞ്ച് താഴെ ബോട്ടം, അടിയിലെ ലൂസ് പെയിന്റിന്റെ താഴെ. അപ്പൊ ആ ലെവലിൽ പട്ടിയേല പെയിന്റ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ, ഇങ്ങനെ നമുക്കൊരു 2 മീറ്റർ കഷ്ടിയുള്ള തുണി, 2 മീറ്ററിന്റെ അടുത്ത് 1.25 മീറ്റർ തുണിയുണ്ട്. അപ്പൊ അതിന് പട്ടിയുടെ പെയിന്റ് എങ്ങനെ അതിന്റെ അളവ് കാണിച്ചു തരാം. പട്ടിയുടെ പെയിന്റിന്റെ കട്ടി പിന്നെ ഡബിളായിട്ട് മടക്കുക. അതിന് ഈ 4ആയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. ആദ്യം തുണി 2ആയിട്ട് മടക്കി, ഡബിളായിട്ട് മടക്കി, പിന്നെ അതിന് 4ആയിട്ട് മടക്കിയ തുണിന്റെ കരഭാഗം രണ്ടും അങ്ങോട്ട് ഇട്ടിട്ട് ഡബിളായിട്ട് വരുന്ന ഭാഗം നമ്മളെ സൈഡിലോട്ട് തിരിച്ചിടുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. ഇവിടെ തന്നെ ഇതിന് സ്റ്റഡി ആയിട്ട് ഇവിടെ വരച്ചു കൊടുക്കുക. പട്ടിയേല പെയിന്റാണ്. പട്ടിയേല എന്നാണ് പറയും, പട്ടിയേല പെയിന്റ് എന്നൊക്കെ പൊതുവെ എല്ലാവരും പറയും. പട്ടിയേല പെയിന്റ് ഇത് ശരിക്കും പാകിസ്ഥാനി പെയിന്റ് ആണ്. ഇതിന് പട്ടിയേല എന്നാണ് പറയുക. പട്ടിയേല പെയിന്റിന്റെ കട്ടിങ് ആണ്. കട്ടിങ് എല്ലാവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതാ അതിന്റെ മേൽഭാഗമാണ് ഇത് വരുന്നത്, മേൽഭാഗം. അപ്പൊ നമ്മളൊരു 5 ഇഞ്ച് നമുക്ക് ബോക്സ് വരും. ബോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈഡിൽ പ്ലീറ്റ് വന്നിട്ടുള്ള പട്ട, ആ പട്ട എന്ന് പറയുന്നത് കട്ടരി പോയിന്റ് ഞാൻ ഏകദേശം വരച്ച് കാണിച്ചു തരാം. ഇത് ബോക്സ് എന്ന് പറയുന്ന സംഭവം. ഇനി ഇതിന്മേ ഇങ്ങനെ കാല് വരും. ഇതിന്മേ ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് ഇത് കാല്, ഇത് ആ ബോക്സ് വരുന്ന സംഭവമാണ്. പിന്നെ ഇതൊരു കാല്, ഇതിങ്ങനെ ഒരു കാല്. ഇതാണ് പട്ടിയേല പെയിന്റിന്റെ ബോക്സ്. അപ്പോൾ പട്ടിയേല പെയിന്റ് അത് കട്ടിങ് ആണ് കാണിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന്റെ റിഗാർഡ് നട എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു 12 ഇഞ്ച് വേണം. അപ്പോൾ ഒരു 4 ഇഞ്ച് നമുക്ക് ബോക്സ്, 5 ഇഞ്ച് ബോക്സ് കൊടുക്കുക. അപ്പോൾ പിന്നെ 12ഉം 5ഉം 12 ഇഞ്ചിന് അപ്പോൾ 7 ഇഞ്ച് ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഭാഗം ഇവിടെ ഒരു 7 ഇഞ്ച്. ഇത് മേൽഭാഗമാണ്. കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണുന്ന രീതിയിൽ ഇതാ, ഇവിടെ നമ്മൾ ഈ മാർക്കിന്റെ ഇവിടുന്ന് താഴോട്ട് ഒരു 7 ഇഞ്ച് കൊടുക്കുക. അപ്പൊ 7 ഇഞ്ച് 5 ഇഞ്ച് ബോക്സും വരുമ്പോൾ കറക്റ്റായി 12 ഇഞ്ച് നട വന്നു. ഇതാണ് നടഭാഗം എന്ന് പറയുന്നത്. 12 ഇഞ്ചിൽ നട വന്നു. ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് നോക്കാം. ലെങ്ത് 5 ഇഞ്ച് ബോക്സ് വരും. അപ്പൊ 5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് 35 ഇഞ്ച് ലെങ്ത് വരുമ്പോൾ, 5 ഇഞ്ച് ബോക്സ് വരുമ്പോൾ 30 ഇഞ്ച് ലെങ്ത് നമുക്ക് കിട്ടണം. 30 ഇഞ്ച് ലെങ്ത് കിട്ടി. താഴെ മടക്കി പിടിക്കാൻ ഇവിടെ എൻഡിൽ അടിഭാഗം എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇവിടെ അടിഭാഗത്തില ഇവിടെ നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഓക്കെ ആയിരിക്കും. അപ്പൊ കണ്ടെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ മേൽഭാഗമാണ് വരുന്നത്, ബോക്സ് വരുന്ന ഭാഗം. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ച് തുണി ലെവലിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട 12 ഇഞ്ച് നട റിഗാർഡ് എന്ന് പറയുക. അതിപ്പോൾ 7 ഇഞ്ച് നമ്മൾ ഇവിടെ ഇട്ടു. 5 ഇഞ്ച് ബോക്സും വരുമ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 12 ഇഞ്ച് ലൂസ്, അതിന്റെ വൺ സൈഡ് 12 ഇഞ്ച് ലൂസിന്റെ വൺ സൈഡ് ഇവിടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമ്മൾ 6 ഇഞ്ച്, 12ന്റെ 6 ഇഞ്ച് ഇടുക. 1 ഇഞ്ച് തുണി വിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഇതിൽ നിന്ന് ഇതാ, ഇവിടെ മാക്സിമം എത്രത്തോളം നമുക്കിവിടെ വീതി കിട്ടുന്നുണ്ടോ അത്രയാണ് ഫ്ലെയർ വരുന്നത്. പ്ലേറ്റ് ഇടാനും ഇനി നമ്മൾ ഇതൊന്നും നോക്കണ്ട. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ നമ്മൾ ഇനി വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 കാലും ഒന്ന് കട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ലെവലാക്കിയ ഭാഗം ലെവലാക്കി കട്ട് ചെയ്തെടുക്കുക. ഇവിടെ സെൻട്രൽ ഭാഗമാണ് വരുന്നത്. പട്ടിയേല പെയിന്റിന്റെ ഇനി ബോക്സ് ഉണ്ടാക്കണം. 2 കാലുകളായിട്ടുണ്ട്.
ഇതാണ് പട്ടിയാല പാൻറ് എന്ന് പറയുന്ന സംഭവം. ഇത് താഴെ ഭാഗം, ഇത് അടിഭാഗം നമ്മുടെ ബോട്ടം. പിന്നെ അവിടെ ഇങ്ങനെ രണ്ട് കാലുകൾ കയറി വരും. ഇത് ഡബിളാണ്. ഇത് ഈ സംഭവം നമ്മൾ ഇവിടെ അതായത് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഞൊറിട്ട് ഈ ബോക്സ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റിച്ചിങ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇതിൻ്റെ ബോക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബോക്സ് ഉണ്ടാക്കേണ്ടത് 30 ഇഞ്ച് വരെയാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു 8 ഇഞ്ച് കൂടെ കൂട്ടി 38, അപ്പോൾ 9.5 ഇഞ്ച്, 10 ഇഞ്ച് വരെ കൊടുക്കുക ലൂസിനനുസരിച്ച്. ഇനി നമ്മളിവിടെ ഇലാസ്റ്റിക് നാടയൊക്കെ കൊടുക്കുന്നുണ്ട്. നാട മതി ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നാടുള്ള 1 ഇഞ്ച് നമ്മളിവിടെ മുൻഭാഗം ഇവിടെ നമുക്കിവിടെ നാട വരും. അപ്പോൾ ഇതിനങ്ങനെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ നാടിട്ട് വെക്കും. ബോക്സിൻ്റെ മേൽഭാഗമാണ്. ഇനി നമ്മൾ 5 ഇഞ്ച് നമ്മളിവിടെ ബോക്സ് ഇട്ടിട്ടുണ്ട്. 5 ഇഞ്ച് ഇവിടെ അരഞ്ച് തുന്നിക്കൊണ്ട് പോകും. അപ്പോൾ 5.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് കൊടുക്കുക. അത് ഇവിടെയും മാർക്ക് കൊടുക്കുക 5.5 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് തുന്നിട്ടും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അരവണ്ണം എന്ന് പറയുന്നതാണ് ഇത്. 30 കൂടെ 8 ഇഞ്ച് കൂടി 38. ഇത് നമുക്ക് തുന്നത്തുമ്പ് പോകുന്നതാണ്. ഈ തുന്നത്തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഡബിൾ ആയിട്ടാണ്, 2 പീസാണ്. ഇത് നമുക്ക് ഇലാസ്റ്റിക്കും നാട ഇടാനുള്ള ഭാഗമാണ്. ഈ ഭാഗം ഇവിടെ 2 പീസിന് 2 ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ ഇത് ബോക്സ്, ഇതാണ് ബോക്സ് എന്ന് പറയുന്ന പട്ടിയാലയുടെ ബോക്സ്. 2 ബോക്സ്. ഇപ്പൊ അരവണ്ണം കറക്റ്റായി. ഇതിൽ നാടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നാടിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ സ്റ്റിച്ചിങ്. ഇപ്പോൾ പാൻറ് നമ്മൾ കാണിച്ചു. ഇനി ഇതിന് ഒരെണ്ണത്തിന് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. അതായത് ഞാനൊരു ഉദാഹരണം വെച്ച് കാണിച്ചു തരാം തൽക്കാലം. അത് ബോട്ടൺ അങ്ങനെ അങ്ങോട്ട് പോകും. ഇത്രയും ഭാഗം ഇപ്പോൾ നമുക്ക് ലൂസായി വന്നിട്ടുണ്ട്. ഈ ലൂസിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിട്ടിട്ടുണ്ട്. ആ വിട്ട് ഇപ്പോൾ കാണുന്നില്ല. എങ്കിലും ഞാനൊരു വിട്ടിട്ട് തരാം. ഇത് നമ്മുടെ കാലിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. 2 കാലിൻ്റെ സൈഡ് ഭാഗങ്ങളാണ്. വിട്ടിട്ടു. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. എങ്കിലും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ കറക്റ്റ് ആവണം, ഇവിടെയും കറക്റ്റ് ആവണം. ഇപ്പോൾ ബോക്സിൽ ഒതുങ്ങി. ഇനി ഈ ഭാഗങ്ങൾ നമ്മൾ ഇത്തരം ഭാഗങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്തു. പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതാണ് പട്ടിയാല പാൻറിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, മനസ്സിലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്തിരിക്കുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നിങ്ങളൊക്കെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലൂടെ, അടുത്തൊരു കട്ടിങ്ങിലൂടെ, അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ബൈ.